എത്രയും നാളുകൊണ്ട് പരാതികൾ പറയുന്നു. ഈ ചാനലുകാരെ അത്രയും വിളിച്ച് പറയുന്നു. അവർ പറയുന്ന കക്കൂസ് മാലിന്യം. ഇവിടെ ഈ എല്ലാ വീടുകളിലും കക്കൂസുകളില്ലേ, അതിൻ്റെ മാലിന്യം കിണറ്റിലോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കക്കൂസ് മാലിന്യമെന്ന്? പരാതിയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്, തീരുമാനമൊന്നും ആയിട്ടില്ല. ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. കൊടുക്കാൻ അടുത്ത വീട്ടിൽ വിളിച്ച് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവർ ആശുപത്രിയിലാണ്. ഇളക്കവും ഛർദിലുമായിട്ട് വയറുവേദനയാണ് ആദ്യം വന്നത്. വന്നത് ഇപ്പം ഈ ഇവിടെ വെള്ളം കോരൊക്കെ ഇല്ല, ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട്. ഞാൻ ഇവിടെ ഒരു പൊടി കൊച്ചുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. 3 വയസ്സ്. നമസ്കാരം, ഇത് വർക്കല അയിലൂർ ചാവടി മുക്ക് പൂർണ്ണ പ്രസിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പരാതി കേട്ടു, ഞങ്ങൾ വന്നു. പരാതി കണ്ടപ്പോൾ നമ്മൾ അറിയുന്നത് ഇത് ചെറിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമാണ്. 40-45-50 വീട്ടിലുള്ള കുടിവെള്ളം ഇല്ലാണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് എൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അസുഖബാധിതരാണ്, വയറിന് അസുഖമുണ്ട്, ഇൻ്റർണൽ ഓർഗൻസ് വരുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ കുടിവെള്ളം ഇത്രയും കാലമായിട്ട് കുടിക്കേണ്ട ഫലമായിട്ട്. അത് മാത്രമല്ല, ഈ വീട്ടുകാരും ഇപ്പോൾ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു. അവർ കാശ് കൊടുത്ത് കുടിവെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കുന്നൊരവസ്ഥയാണ്. ഞാനത് നേരിൽ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ഇതാണ്. വന്നത് ഇപ്പം ഈ ഇവിടെ വെള്ളം കോരൊക്കെ ഇല്ല, ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട്. പൈപ്പ് വെള്ളം മൊത്തം ഉപയോഗിക്കുന്നല്ലേ? പൈപ്പ് വെള്ളം. സ്മെല്ല് മണം വല്ലതും ഉണ്ടാകുമോ? മണമില്ല, എനിക്ക് മണം വന്നിട്ടില്ല ഇതുവരയ്ക്കും. എനിക്ക് ഈ ഇത് മാത്രമേ ഉള്ളൂ, തടുപ്പായിട്ടാണ് തോന്നിയത്. കളർ വ്യത്യാസമല്ലേ? കളർ വ്യത്യാസം ഇതുവരയ്ക്കും വന്നില്ല. കുടിച്ച പണിയാണല്ലേ? പണിയാണ്. എന്താണ്ട് ഈ 2 ദിവസം കൈ ഒരുമാതിരിയായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്ക് ഈ വെള്ളം കോരി കഴുകുമ്പോ എനിക്ക് ചൊറിച്ചിൽ വരും. ഒരു കട്ടി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. നമ്മളെ നല്ല നേരത്തെ വെള്ളം വരുന്നു. മണമില്ല, സ്മെല്ലില്ല ഇതില്. മണം വരുന്നില്ല. പക്ഷെ ഇത് കുളിക്കുന്നവർക്ക് ഓരോ വിഷയമാണല്ലേ? കുളിക്കുന്നവർക്ക് വിഷയമാണ്. ചേട്ടാ, ഈ പറയുന്ന വിഷമം തുടങ്ങിയിട്ട് നിങ്ങളുടെ കിണറ്റിലേക്ക് ഈ മാലിന്യം വന്നു തുടങ്ങി എത്ര കാലമായി? അത് 8-9 വർഷം. പരാതി കൊടുത്തില്ല? അണ്ണൻ്റെ അമ്മ ഉള്ളപ്പോൾ ഇതിന് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ് എന്തൊരു ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ കുറച്ച് നാൾ വെള്ളം കട്ടി, അമ്മയുടെ വെള്ളം കട്ടിയാണ്. അല്ല, ഇത് മാലിന്യമാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇപ്പാണോ മാലിന്യം വന്നേ? അല്ല, ഇപ്പാണ് അറിയുന്നത്. കുടിച്ചപ്പോൾ തൊട്ട് കട്ടി കുറഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ വെള്ളം കട്ടി വെള്ളമാണ്. അത് തന്നെ കുടിക്കുന്ന. ഇത് അറിഞ്ഞ ശേഷം ചൂടാക്കി കുടിക്കുന്നുണ്ട്. അതുവരെ നമ്മൾ ചൂടാക്കി കുടിച്ചാൽ കെമിക്കൽ അത് ഇപ്പം മോള് ഇവിടെ ഉണ്ട്, എൻ്റെ കൊച്ച്. അതുകൊണ്ട് കൊച്ചിന് വേണ്ടി നമ്മള് അത് തന്നെ കുടിക്കുന്ന. കുപ്പിവെള്ളം വാങ്ങിക്കുന്നല്ലേ? നിങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കാര്യങ്ങൾ? ഇതിൻ്റെ ഓണർ ഇപ്പം അണ്ണന് ഈ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ചെറിയ മഞ്ഞ ഉണ്ടായിരുന്നു, ഇപ്പോഴും മഞ്ഞ ഉണ്ട് അതേപോലെ. നമ്മൾ ആരുടെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മഞ്ഞ ഉണ്ട്. സൂക്ഷിക്കണം. അണ്ണൻ്റെ വീട്. ജീവിക്കുന്ന അവകാശം നിങ്ങൾക്കും ഇല്ല ഇവിടെ ബാക്കിയുള്ളവരെ പോലെ? അയാൾക്ക് കാശുണ്ടാക്കാൻ അവകാശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, കുടിവെള്ളത്തിന് അവകാശമുണ്ട് അല്ലേ? ഒരു വീട്ടുകാരൊക്കെ 40 വീട്ടുകാർക്ക് വിഷയമുണ്ടല്ലേ? അല്ല, ഒരു സ്വകാര്യ വ്യക്തിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ട് ബാക്കിയുള്ള അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കാതെ. അല്ല, ഇപ്പോൾ കുറച്ച് റെസിഡൻസ് അസോസിയേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒപ്പിട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതിനുള്ള മുമ്പോട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള
തിരുവനന്തപുരം. എനിക്ക് തോന്നുന്നു ചേട്ടൻ കുറച്ച് ഇത് എന്താ പറയാ സമാധാന പ്രിയനാണെന്ന് തോന്നുന്നു. നിങ്ങൾ നല്ല സംസാരിക്കണം. അല്ല എന്തൊരു കേട്ടാലും അണ്ണ അപ്പോഴേ കഴിയും. ആണോ? ശ്ശെ, അങ്ങനെ അതുമല്ല ഇപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്ത് മഞ്ഞ ഉണ്ടായിരുന്നു. നമ്മൾ ആരോടും പറഞ്ഞില്ല, ആരോടും പറയാൻ പറ്റില്ലല്ലേ. കള്ളുടിയോ? അതേ സമയത്ത് ഇപ്പോൾ ഒരാഴ്ച ഉണ്ടല്ലേ. കള്ളുടിക്കല്ലേ? ട്രീറ്റ്മെന്റിലാണ്. അല്ലേ? കൊടുത്ത് ഈ വെള്ളം കൂടെ ആകുമ്പോഴത്തേക്ക് വിഷയമാവും അല്ലേ? വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതൊക്കെ പരാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ വാസ്തവം എന്താണമ്മ? മലിനകലർന്ന വെള്ളം തന്നെയാണ്. ഈ മാലിന്യം നിങ്ങൾ കേട്ടിയുണ്ട്? ആ ഉണ്ട് ഉണ്ട്. എങ്ങനെയാണ് ഈ മാലിന്യം എവിടെ നിന്നല്ല അറിയാമോ? എങ്ങനെയായാലും ഇവിടെ ഇപ്പോൾ ഒരു പൂർണ്ണ പ്രിന്റിംഗ് പ്രസ് ഉണ്ട്, അതിൽ നിന്നുള്ളതാണ്. അല്ലാതെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ല. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കുന്നത്? എങ്ങനെ വെള്ളം ഇപ്പോൾ പുറത്തുനിന്ന് മേടിച്ചാ കുടിക്കുന്നത്. നിങ്ങൾ ഇത്രയും സംഭവമായിട്ട് നിങ്ങൾ ആരും പരാതി കൊടുത്തില്ലേ? പരാതിയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. തീരുമാനമൊന്നും ആയിട്ടില്ല. കാരണം കുടിവെള്ളം ഒരാളെ എന്താ പറയാ അയാളുടെ അവകാശമാണ്. കുടിവെള്ളം അവകാശമാണ്, പക്ഷെ കുടിവെള്ളം ഇങ്ങനെ പ്രശ്നമാണ്. പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല. നിങ്ങൾ വെള്ളം കാശ് കൊടുത്ത് വെള്ളം അവസ്ഥയാണ്. അത് ആ വെള്ളം കുടിച്ചോണ്ട് നമുക്ക് വയ്യാണ്ടായത്. ആയിരിക്കാം. വയ്യാതെ എടുക്കാം. വയ്യാണ്ടായത്. ശരിയാണ്. മാലിന്യം എന്തൊരു മാലിന്യം, വിഷം. വിഷം തന്നെയാണ്. കാരണം എനിക്ക് 2 ആഴ്ച മുമ്പ് വയറുവേദന വന്ന് 2 ദിവസം ഞാൻ വയറെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വേദന. അങ്ങനെ പാരപ്പള്ളിയിൽ എൻ്റെ കൊച്ചു കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഈ ഫുഡിൻ്റെ ആണോന്ന് ആദ്യം നോക്കി. അപ്പോൾ അതിൻ്റെ അല്ല. പിന്നെ രണ്ടാമത് അവർ വീണ്ടും നോക്കി. 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അത് വീണ്ടും തന്നത്. അപ്പോൾ അതിൽ ഉള്ളിൽ വിഷം ചെന്നതായിട്ടാണ് അവർ പറയുന്നത്. ഡോക്ടർ പറയും. എൻ്റെ ഇരിപ്പുണ്ട്, എൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ മൂത്ത മോക്കും അവളെ മോനും കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ ഇളക്കവും ഛർദിലുമാണ്. ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എൻ്റെ കൊച്ചുങ്ങൾ 4 പേര്, മോളും മരുമോനും 2 ചെറുകൊച്ചുങ്ങളും കൂടെ കാപ്പിൽ നിന്ന് ഈ ശനിയാഴ്ച വൈകിട്ട് അവർ ഇവിടെ എഴുന്നള്ളത്ത് കാണാൻ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞായറാഴ്ച വൈകിട്ടാണ് അവർ പോയത്. ഇന്നലെ കൊച്ചുങ്ങളെല്ലാം ആശുപത്രി കിടക്കുന്നു, ഇളക്കവും ഛർദിലും വയറുവേദനയായിട്ട്. എത്രയും നാളുകൊണ്ട് പരാതികൾ പറയുന്നു. ഈ ചാനലുകാരെ അത്രയും വിളിച്ച് പറയുന്നു. അവർ പറയുന്ന കക്കൂസ് മാലിന്യം. ഇവിടെ ഈ എല്ലാ വീടുകളിലും കക്കൂസുകളില്ലേ, അതിൻ്റെ മാലിന്യം കിണറ്റിലോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കക്കൂസ് മാലിന്യമെന്ന്? ഈ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തപ്പം വെള്ളത്തിൽ പിന്നെ ഈ വിഷത്തിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കക്കൂസ് മാലിന്യം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും അടുപ്പാണ്. ഇതിപ്പോൾ 6-7 വർഷമായില്ലേ നിങ്ങൾ ഇതിൽ കുടിച്ചോണ്ട്? ആരും ശ്രദ്ധിച്ചില്ല മക്കളെ ഇത്. എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, ഛർദിൽ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു യഥാർത്ഥത്തിൽ. എൻ്റെ കിണറ്റിലെ വെള്ളം പച്ചവെള്ളം കുടിക്കാൻ നല്ല വെള്ളമാണ്. അപ്പുറത്തെ തള്ള ആ പച്ച വെള്ളം കുടിക്കും. അവരിടക്കാലത്ത് വന്ന് പറഞ്ഞ് ഈ വെള്ളത്തിന് എന്തോ ഒരു ചെറിയ സ്മെല്ല് വ്യത്യാസം. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലേ, നമ്മൾ കമ്പിയോലയും ഇട്ട് മറ്റേ നെറ്റ് വലയൊക്കെ മേടിച്ച് ഇട്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്തൊന്നും വീഴാനും വഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് എന്തോ വെള്ളത്തിന് ഇത്തിരി വ്യത്യാസമുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് കാര്യം. നമ്മൾ പിന്നെ കൊച്ചുങ്ങളുള്ളതുകൊണ്ട് തിളപ്പിച്ച വെള്ളമേ കുടിക്കുകയുള്ളൂ. ഇപ്പോൾ പൈപ്പ് വെള്ളമാണ് 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ കുടിക്കുന്നത്. അതുപോലെ അങ്ങ് പോലീസ് സ്റ്റേഷന് അടുപ്പിച്ചൊരു വീട്ടിൽ പോയി ഞാൻ കുപ്പി എടുത്ത് കാണിച്ചു തരാം. ഒരു ചാക്ക് കുപ്പി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ കൊച്ചു വന്നിട്ട് വൈകിട്ട് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ആരെങ്കിലും ഒരു മുതലാളിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി 10-40 കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് അവർ ചെയ്യുന്ന ദ്രോഹമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് ചുമത്തി അകത്തിടാനുള്ള വകുപ്പുണ്ട് ഇല്ലേ ഈ പറയുന്ന? അകത്തിടണ്ട, പിന്നെന്ത് ചെയ്യണം? അതിന് വേണമെന്ന് എന്തെല്ലാം നടപടികൾ. ഇത്രയും കാലം നിങ്ങൾ ഇത്രയും രോഗ ആക്കിയ അവസ്ഥ വെച്ചാല് ഈ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഇത് മണ്ണിന് അടിയിലോട്ട് വ്യാപിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് കാലം ആയി കാണുള്ളൂ. പഞ്ചായത്തുകളിലും പറഞ്ഞു, പഞ്ചായത്തിൽ പോയി ധർണ നടത്തി. നിങ്ങളുടെ ജീവന്റെ കാര്യമാണത്. നിങ്ങളെ മാത്രം, നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ജീവന്റെ കാര്യം. അതാണ് പറഞ്ഞത്. ഇപ്പം മക്കളെ നിങ്ങൾക്ക് മനസ്സിലായ എൻ്റെ കൊച്ചുങ്ങൾ 2 ദിവസം കാപ്പിലാണ് അവർ താമസിക്കുന്നത്. അവർ 2 ദിവസം ഇപ്പം ഈ അടുത്ത സമയത്ത് അവന് ജോലി ഉള്ളതുകൊണ്ട് അങ്ങനെ സ്ഥിരം വരാൻ പറ്റത്തില്ല. അപ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ട് ഈ വലിയ വീട്ടിക്കാവിലെ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് കാണാൻ കൊണ്ടുവന്ന് തിരിച്ച് പോവാൻ 10 മണി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിട്ടില്ല. അവരന്നൊരു ദിവസം ഇവിടെ നിന്ന് പിറ്റേന്ന് വൈകുന്നേരത്ത് 5 മണിക്കാണ് അവരിവിടെ നിന്ന് പോയത്.
ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ കൊച്ചു ഫോൺ എടുത്തില്ല. ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. കൊടുക്കാൻ അടുത്ത വീട്ടിൽ വിളിച്ച് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവർ ആശുപത്രിയിലാണ്. ഇളക്കവും ഛർദിലുമായിട്ട് വയറുവേദനയാണ് ആദ്യം വന്നത്. പരിഹാരം വേണ്ടേ അമ്മ? അപ്പം ഈ വീട്ടിൽ ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയിട്ടല്ലേ കാപ്പി കിടക്കുന്ന കൊച്ചില്ല. അമ്മ ഇതിന് പരിഹാരം വേണ്ടേ? പരിഹാരം വേണം. നിങ്ങൾ എത്ര കാലം ജീവിക്കും? ഇതിപ്പോൾ അയാൾ അവിടെ കാശുണ്ടായിക്കൊണ്ടിരിക്കും, നിങ്ങൾ വിഷവെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. എല്ലാവരും വിഷമെള്ളം കുടിച്ച് മരിക്കാനല്ലേ. അതാ നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ഇതാ അപ്പുറത്ത് ഞാൻ പൈപ്പ് വെള്ളം പിടിച്ച് ഞാൻ എൻ്റെ മക്കൾ 4 പേരാണ്. ഞാൻ ഈ വെള്ളം പൈപ്പ് വെള്ളമാണ് ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ കഞ്ഞി വയ്ക്കുന്നതും കുടിക്കുന്നതും. ശരി അമ്മ, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. നമ്മൾ രോഗികളായി തീർന്ന്. പക്ഷെ ഇനി ഈ വളർന്നു വരുന്ന കുട്ടികളെന്ത് ചെയ്യും? ഈ കുട്ടികൾ, എൻ്റെ ഭർത്താവിന് പിന്നെ എന്തെല്ലാം അസുഖമുള്ളതാണ്. ഇപ്പം 2 കാലും നീരായി ചെന്ന് ബ്ലഡ് അത് ആശുപത്രിയിൽ കൊണ്ടുപോയി കിഡ്നിയുടെ ഇത് ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പം ഈ വെള്ളം കുടിച്ച് ഉള്ള പ്രശ്നമാണ്. കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്. പ്രശ്നമാണ്. വെള്ളം എടുക്കുന്നല്ലേ? വിഷയമാണല്ലേ? എല്ലാത്തിനും പ്രശ്നം. നമ്മൾ എന്നിട്ട് അക്കരെ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത് കുടിക്കാൻ. വണ്ടി പറയുന്നു വണ്ടി വയ്യാണ്ടായെന്ന് കുടിക്കരുത് കേട്ടാ. ഒരുപാട് പേർക്ക് വയ്യാണ്ടായെന്ന്. പിന്നെ ഇടവേന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ വന്ന് ഉത്സവം കൂടാൻ വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലാണൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് നിൽക്കണ്ടേ ഈ വിഷയത്തിന്? നിങ്ങളുടെ ആവശ്യമല്ലേ കുടിവെള്ളം? നിങ്ങളുടെ ജന്മാവകാശമല്ലേ? നിങ്ങൾ ഒത്തിരി ജീവിക്കണ്ടേ? കണ്ട അമ്മ നമ്മി കിട്ടും വയ്യ. അമ്മ ഈ വെള്ളം കുടിച്ചാണോ വയ്യാണ്ടായത്? വെള്ളം കുടിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അസിഡിറ്റി വെള്ളത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു. അതാണോ വയ്യാണ്ടായത്? ഒരുപാട് പേര് വെള്ളം കുടിച്ച് വിഷയം. മുൻകൂട്ടി അറിയില്ലായിരുന്നു ഈ വെള്ളത്തിന് കുഴപ്പമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്രയും അസിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. വെള്ളം നമ്മളെ എൻ്റെ ഇവിടെ ഒരു പൊടി കൊച്ചുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. 3 വയസ്സ്. അപ്പം നമ്മൾ വെള്ളം വാങ്ങി കുടിക്കുകയാണ്. നമ്മൾ കുപ്പിവെള്ളം വാങ്ങി കുടിക്കുകയാണ്. ആശുപത്രി പോയിട്ട് വന്നതിന് ശേഷം നമ്മളിതുവരെ കിണറ്റിൽ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അമ്മ നിങ്ങൾ എന്തിനാ സഹിക്കുന്നത്? എങ്ങനെ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ ആൾക്കാർ എന്ത് സഹിക്കുന്നത്? അവിടെ പെട്ട അതിനെ പൂടിച്ചുകൂടെ നിങ്ങൾക്ക്? അവിടെ പൂട്ടിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ എന്തിനു വേണ്ടിയാണോ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മനുഷ്യനെ ഇത്രയും ദ്രോഹിക്കരുത്. ഒരു മനുഷ്യനെ ഇത്രയും ഉപദ്രവിക്കരുത്. ഇത്രയും ആൾക്കാർ കിടന്ന് നട്ടക്കോലടിക്കുകയാണ് ഇപ്പൊ. നിങ്ങൾ ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത്? നമ്മളെന്തേലും ചെയ്യാനടേ? നമ്മളെ കൊണ്ട് അവരൊക്കെ വലിയ ആൾക്കാർ, നമ്മള് അല്ലെങ്കിൽ അവര് എല്ലാരും വലുത് തന്നെ. പക്ഷെ അവരൊക്കെ ഒത്തിരി പണമൊക്കെ ഉള്ള പാർട്ടി. കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കാന്ന് ഈ പാവങ്ങൾ എന്തേരം ചെയ്യും? മെമ്പറെടുക്കാൻ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് മെമ്പർ പറയണ അത് അവര് തമ്മിലുള്ള തർക്കം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുടുംബ പ്രശ്നമാണ്. LDF ആണോ UDF ആണോ BJP ആണോ? അത് LDF. ഇത്രയും വലിയൊരു വിഷയം ഈ ഒരു വലിയ വിനോദസഞ്ചാര മേഖലയായ ഈ വർക്കലയിൽ നടന്നിട്ട് പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇത് മറച്ചു വെച്ചു. ഒരു പക്ഷേ ഇവരെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വലിയ സംഭവം കേട്ടോ. ഇവർക്ക് ഒരുപാട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് വലിയൊരു പ്രസ്ഥാനമാണ്. പക്ഷേ വിസ്മയനോസ് പേടിക്കില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എത്തി. ഇവിടെ വിളിച്ചപ്പോൾ തന്നെ കുറേ പേരൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഞങ്ങൾ പിന്മാറിയില്ല. ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആൾക്കാരുടെ അഭിപ്രായം സ്വരൂപിച്ചു. അമ്മമാരെ കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത്. അവർ എന്തു പറയുക, മാസം ഒരു 10,000 രൂപ വരുമാനമുള്ള ആൾക്കാർ കുടിവെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ഒരു പക്ഷേ ഒരാൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഏരിയയിലുള്ള ഒരു 10-50 വീട്ട് ഉള്ള കിണറുകളിലേക്ക് ഈ ഒരു മലിനജലം ഒഴുക്കി വിട്ട് അവരൊക്കെ രോഗികളാക്കുന്നൊരവസ്ഥ സർക്കാർ കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്നു. കാണണം, പരിഹാരം ഉണ്ടാകണം. വിസ്മയത്തിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.